പിന്നെ അങ്ങനെ പല പല സ്കിറ്റുകളും സലീമേടിനെ എഴുതി, സലീമേടിനെ പുലിമുരുകനായിട്ട് കൊണ്ടുവന്ന്, പിന്നെ ജയസൂര്യ ജയനെ വെച്ചിട്ട് ആട് 3 അതിന്റെ സ്ക്രിപ്റ്റ്, ആട് 2 ആട് 3 ഇറങ്ങാൻ പോകുന്നു. ആട് 3 എന്നും പറഞ്ഞ് ഞങ്ങൾ അതിന് മുന്നേ കോമഡി സ്കിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു. അങ്ങനെ പല പല സ്റ്റാർസിനെയും കൊണ്ട് ജഗദീഷ് സാറിനെ വെച്ചിട്ട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ജഗദീഷ് സാറ്, ജഗദീഷ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്ന ആള് ജഗദീഷ് സാറാണ്. എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എന്റെ 2 മക്കളെയും എഴുതിപ്പിച്ചത് ജഗദീഷ് സാറിനാണ്. അതൊരു ഭയങ്കര ഭാഗ്യമായി. കുട്ടികൾ രണ്ടുപേര് പഠിക്കുന്ന, ഒരാൾക്ക് 10 വയസ്സായി, 5ാം ക്ലാസ്സിലാണ്. പേരെന്താണ്? വിഘ്നേഷ് ലാൽ. ഇളയാള് വിനായക് ലാൽ. ഇളയാള് 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മൂത്താള് ക്രിക്കറ്റിലൊക്കെ ഇത്തിരി ക്രൈസുള്ള ആളാണ്. ക്രിക്കറ്റ് കളി ബന്ധപ്പെട്ട് നടക്കുന്നു. എനിക്കും ക്രിക്കറ്റ് ഇഷ്ടമാണ്. അതുകൊണ്ട് അവനെ ആ വഴിക്ക് തന്നെ ക്രിക്കറ്റിലേക്ക് താല്പര്യമുള്ളതാണ്. താല്പര്യമുണ്ട്. വൈഫ് ചെങ്ങന്നൂരാണ് വീട്, പ്രതിഭ. ഓക്കെ. ചേട്ടൻ ഇപ്പൊ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടല്ലോ, അതില് എങ്ങനെയാണ് ചേട്ടന് ആശയങ്ങൾ കിട്ടുന്നത്? ആശയങ്ങൾ സോഷ്യൽ മീഡിയ തന്നെയാണ്. നമുക്ക് ചുറ്റും കാണുന്ന പല സംഭവങ്ങളും ഒബ്സർവ് ചെയ്യാറുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയ നമുക്ക് തമാശ ഒരിക്കലും അവസാനിക്കില്ല, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ സോഷ്യൽ മീഡിയ ഒരു പ്രശ്നമുണ്ട്, ഒന്നെങ്കിൽ വൈറലാവും അല്ലെങ്കിൽ എയറിലാവും.